ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡെസ്റ്റിനി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് 1-2 കംപ്ലയിൻസുകൾ കിട്ടിയിരുന്നു. ഒന്ന് നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് പ്ലഗ് അടിച്ച് പോകണ കംപ്ലയിൻ്റ്, ഓയിൽ കത്തണുണ്ട്, എഞ്ചിൻ സൗണ്ട് ഉണ്ട്. അത് ഒരു ഭാഗം. അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്ത് ഓൾറെഡി നല്ല രീതിയിലുള്ള കംപ്ലയിൻറ്റുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഒക്കെ പോയി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആണ്. പിന്നെ ഇത് ഇവിടുത്തെ ഈ ഭാഗം മൊത്തം പൊട്ടിയേ കിടക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ കവറുകൾ കേട്ടോ, ഈ ഹാൻഡിലിൽ കവറൊക്കെ ഉള്ളിൽ പൊട്ടിയേ നിൽക്കണേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി നിലവിൽ സെക്കൻഡറി ഓപ്ഷനിലായിട്ട് നോക്കാം. നമുക്കിപ്പോൾ മെയിനായിട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ അഡീഷണൽ ഒരു എസ്റ്റിമേറ്റൊക്കെ പറഞ്ഞ് നോക്കിയത് എത്രയാണ് കോസ്റ്റ് ആകുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ നമ്മളിപ്പോൾ അഴിച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൂട്ടത്തിൽ തന്നെ ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനും എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനൊക്കെ ആയിട്ട് എഞ്ചിൻ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് സംഭവിച്ചാണ് കേസ് ഒന്ന് നമുക്ക് പ്ലഗ് നിൽക്കുന്നില്ല, ഓയിൽ കയറി കത്തണുണ്ട്, പ്ലഗ് ഡാമേജ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് ക്ലച്ചിനകത്ത് കംപ്ലയിൻറ്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ മെയിനായിട്ട് നമുക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പുകയുടെ പ്രശ്നം കാണിക്കാനായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ആണ് കംപ്ലയിൻറ്റ്. സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്താണ് ഭാഗത്ത് ഇവിടെ കണ്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ബോറിനകത്ത് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടും എന്നുള്ളത് അറിയില്ല. ആ വന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ വർക്ക് ചെയ്യുക. പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ആ ടോപ്പ് സൈഡിലെ ഫയറിങ് നടക്കുന്ന ഭാഗത്തേക്ക് ഓയിൽ കയറി വരികയും ആ പ്ലഗിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് വരികയും ആ പ്ലഗ് ഷോർട്ടായി പോവുകയും ചെയ്യുന്നു. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത് പുതിയ പ്ലഗാണ് കിടക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഓൾറെഡി നമുക്ക് അതിൻ്റെ ഫേസിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണത്. അതിനകത്ത് ഈ വാൽവൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കേസ്. ശരിക്കും പറഞ്ഞാൽ വാൽവ് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. മാറ്റുമ്പോൾ നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവും ഇൻലെറ്റ് വാൽവും കൂടി മാറ്റിയതിന് ശേഷം ഈ വാൽവിൻ്റെ ഗൈഡ്, അതായത് എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് റീപ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ലെയ്ത്തിൽ വന്ന വർക്കാണ്. പിന്നെ ഓൾറെഡി നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗമൊക്കെ ക്രാങ്കിൻ്റെ ഫ്ലൈ വീല് വന്ന ഭാഗത്തൊക്കെ ഓൾറെഡി ഓയിൽ ലീക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. ഓയിൽ ലീക്കായിട്ട് പൊടി പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽസീലൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിസ്റ്റണൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ബ്ലാക്ക് മാർക്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലാണ് തേയ്മാനമൊക്കെ വന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് കൂടാതെ കൊണ്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ വണ്ടി ഓടിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ട് റോഡിൻ്റെ പ്ലേ നോക്കുമ്പോൾ പറയുന്നത് ഇത്ര പ്ലേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും പ്ലേ ഉള്ള ഇത് നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്. ഇതുമേക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്താൽ ഇതുമയാണ് പിസ്റ്റൺ കണക്ട് ചെയ്യുക. ഈ ഐറ്റം ഡാമേജ് വന്ന സമയത്ത് ആ സെക്കൻഡിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡാമേജിലേക്ക് പോകും, വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രാങ്കിൻ്റെ ഈ കണക്ടർ റോഡ് അതിൻ്റെ ഉള്ളിൽ വന്ന് പിന്നെ ബെയറിങ്ങും സൈഡ് ബെയറിങ്ങൊക്കെ മാറ്റി ലെയ്ത്തിൽ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി സെറ്റ് ചെയ്ത് കിട്ടും. 1 ഇയർ ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ടാവും. നമ്മളും ഈ ചെയ്യുന്ന വർക്കിന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ലെയ്ത്തിൽ പുറത്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയറായിട്ട് നമുക്കത് റെഡിയാക്കി കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വാൽവ് അതിൻ്റെ ഗൈഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അത് നമ്മൾ വാൽവ് മാറ്റിയതിന് ശേഷം വാൽവ് സീറ്റിങ് ലെയ്ത്തി കൊടുത്ത് ചെയ്യണം. അപ്പോൾ ഈ 2 വർക്കാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വരാം. സിലിണ്ടർ എന്ന് പറയുമ്പോൾ സിലിണ്ടർ കിറ്റാണ്. അപ്പോൾ സിലിണ്ടർ കിറ്റേപ്പാടെ സിലിണ്ടർ വരും, പിസ്റ്റൺ റിങ്സ്, അതിൻ്റെ പിസ്റ്റൺ പിന്നൊക്കെ കൂടിയിട്ട് അത് ഒരു കാരണവശാലും നമ്മൾ വാൽവ് ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറയുക. കാരണം അത് നിസ്സാര റേറ്റ് വേരിയേഷൻ നമുക്ക് വരുള്ളൂ. ഏകദേശം ഒരു 1000 രൂപ 1500 താഴെയാണ് നമുക്ക് അതുകൊണ്ട് ലാഭം കിട്ടുള്ളൂ. പക്ഷെ അത് കൊണ്ട് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 60% ഓക്കെ ആയിരിക്കും, ബാക്കി ഒരു 40% കംപ്ലയിൻറ്റിന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ അതിനോടനുബന്ധിച്ചുള്ള റിങ്സ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാൻ പറയുള്ളൂ. ക്രാങ്ക് അതിൻ്റെ മാറ്റേണ്ട ആവശ്യമില്ല. ക്രാങ്ക് സെറ്റ് ചെയ്താൽ മതി. സാധാരണ രീതിയിൽ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടാറുണ്ട്. നമ്മൾ പറയുന്ന വർക്ക് കഴിഞ്ഞ് പോയാലും അതിന് ആഫ്റ്റർ സർവീസ് നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1 ഇയർ നമുക്ക് വാറണ്ടിയും അതിനകത്ത് കിട്ടും. പിന്നെ വാൽവിൻ്റെ കേസ് പറഞ്ഞ രീതിയിൽ ലെയ്ത്തിൽ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാമെന്നുള്ളൂ. പിന്നെ സംഭവിച്ചുള്ള കേസ് എന്ന് വെച്ചാൽ ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻറ്റുകളുണ്ട്. ക്ലച്ചിൻ്റെ അകത്ത് ഓട്ടോ ക്ലച്ച് ആണ് വരാം. നമുക്ക് CVT ക്ലച്ചാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികൾ തന്നെ.
അപ്പോൾ അതിന് ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായ സമയങ്ങളിൽ ചെക്ക് ചെയ്യുകയും അതിൻ്റെ തേയ്മാനം കാര്യങ്ങളും ഉള്ളത് കൈയോടെ തന്നെ അത് മാറ്റി ആ ഡാമേജ് വന്ന ആ പാർട്ടുകൾ മാറ്റി റീപ്ലേസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മളിത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീല് അതിൻ്റെ ബുഷ് ഇതൊക്കെ ഓൾറെഡി ഡാമേജിലേക്ക് പോയേക്കാണ്. കാരണം ഈ വീലും ഈ ബുഷും വളരെ ഒരു കറക്റ്റ് ടൈറ്റിൽ നിൽക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ ഇത് ഇത്രയും ഓവലായി പോയേക്കാം. കാരണം അത് തേയ്മാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഇത്രയും ഓവലായിട്ടുള്ള രീതിയിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്ക് ഈ ബോസ് ഡ്രൈവ് എന്ന് തന്നെ പറയാം, അത് മാറണം. വേരിയേറ്റർ ബോഡി ചേഞ്ച് ചെയ്തിടണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു 6 റോളർ സെറ്റ് വരും. അത് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അവസ്ഥ. നല്ല രീതിയിൽ അതിൻ്റെ കവറിങ്ങുകളൊക്കെ പൊട്ടിപ്പോയി അത് ഡയറക്റ്റ് കയറി ടച്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഐറ്റംസിനും ഈ 6 ബുഷുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ ബുഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണത്. അതിൻ്റെ എവിടെയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഭാഗങ്ങളൊക്കെ തേയ്മാനം വന്നേക്കണം. ഈ കാണുന്നത് അത്രയും മെറ്റൽ ഭാഗം എടുത്തു പോയേക്കാം. അതിവിടെയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് കിട്ടുമെന്നുള്ള ദിവസം അറിയില്ല. ഓൾറെഡി നമുക്ക് ഓർഡറിൽ കൊടുത്തു നോക്കാം. ഡിലേ വരാൻ സാധ്യതയുണ്ട്. ഡെസ്റ്റിനി മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ആക്റ്റീവ മോഡലോ അല്ലെങ്കിൽ മാസ്റ്റർ എഡ്ജ് കുറേ പിന്നെ നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ടാവും. ഡെസ്റ്റിനിയിൽ വരുമ്പോഴത്തേക്കും 125cc ആണ് വരാം. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ആണോ എന്നുള്ള ദിവസം കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമ്മൾ റീസെറ്റ് ചെയ്താലും പ്രശ്നമാണ്. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പ്ലേറ്റിൻ്റെ കേസിലാണ് സംശയം. ഈ പ്ലേറ്റും ഈ ഒരു ബുഷുമാണ് നമുക്ക് സംശയമുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ CVT ക്ലച്ചിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത്, വേറെ പ്രോബ്ലം ഇല്ല, വർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്ത് നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്ത് കൊണ്ടാണ്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായി പോയേക്കാം. നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്കായി പോയേക്കാം. പിന്നെ നമ്മൾ ഇത്രയും ഭാഗം എഞ്ചിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എഞ്ചിൻ്റെ ബാക്കിയത്തെ ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പറയാൻ കാരണം വെച്ചാൽ ബാക്കിലത്തെ ഗിയർ വീലിൻ്റെ അവിടെ നിന്ന് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഓയിലേക്ക് ഉണ്ട്. അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ബാക്കിലത്തെ വീലിനോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക. ഇത് അഴിച്ച അതിൻ്റെ ഓയിൽസിൽ അതിനോടനുബന്ധിച്ച് തന്നെ ആ ബെയറിങ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. അത് ഓൾറെഡി നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്തു പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ഒന്ന് ക്രാങ്ക് സെറ്റ് ചെയ്യണതിൻ്റെ എമൗണ്ട്, പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഹെഡിൻ്റെ ഈ വാൽവ് 2 വാൽവ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്യണതിൻ്റെ എമൗണ്ട്, സിലിണ്ടർ കിറ്റ് പിസ്റ്റൺ റിങ്സ് എല്ലാം ഐറ്റം വരും കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ വരും, ഓയിൽസിലുകൾ വരും. പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അതിൻ്റെ റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. കാർബറേറ്റർ ഓൾറെഡി നമുക്കിത് ക്ലീൻ ചെയ്ത് കയറ്റാം. സാധാരണ രീതിയിൽ ഇത് ഓവർപ്ലസ് സാധ്യത കൂടുതലുള്ള കാർബറേറ്ററാണ്. ബൈ ചാൻസ് ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിൽ കൂടുതൽ കാണിക്കാറുള്ള ഒരു കാർബറേറ്റർ യൂണിറ്റാണത്. തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ള ദിവസം നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. പാർട്സിൻ്റെ ലഭ്യതയും നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമുക്ക് എന്നത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ള ദിവസം അതിൻ്റെ ഡീറ്റെയിൽസും നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ.